ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇന്നെന്ത് കാര്യമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ, കുറേ ആൾക്കാർ കുറച്ചൊരു ശബ്ദത്തിന് പ്രശ്നമുണ്ടാകും. കാരണം അപ്പുറത്തെ വീട്ടിൽ ബോർ വയ്ക്കുന്നുണ്ട്, കിണർ കുഴിക്കുന്നുണ്ട്, അതിൻ്റെ പ്രശ്നമുണ്ടാകും. അതിൻ്റെ സൗണ്ട് കേൾക്കും ചിലപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കുറേ സ്ഥലത്ത് പോയിട്ടായിട്ടാകുമ്പോൾ ചോദിക്കലുണ്ട്, അഭിപ്രായം ചോദിക്കും, അല്ല എക്സ്പീരിയൻസ് ചോദിക്കും. ഇപ്പോൾ പോകുന്ന ആ വഴീൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് കുറേ ആൾ ചോദിക്കും, ഇങ്ങനെ ആവണമെന്ന് വിചാരിച്ചിനോ ശരിക്ക്, അല്ലെങ്കിൽ ആരുടെ അടുത്തേക്കും പറഞ്ഞിനോ ഒരു സമയത്ത്. ഇപ്പോൾ ടൊവിനോ തോമസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നാലും ഞാൻ ഇങ്ങനെ ഒന്ന് ആവുന്നെന്തോ അങ്ങനത്തെ എന്തോ ഒരു ഇത് ഞാൻ വായിച്ചു. അപ്പം അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിനോ എന്നെല്ലാം ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആൾക്ക് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തെന്ന്, ആരെങ്കിലും നമ്മളെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെല്ലാം ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കണമെന്ന് ഞാൻ നല്ലോണം ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ BEd കഴിഞ്ഞിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടായ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സ്കൂളിലെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആക്കെല്ലാം അറിയായിരിക്കും, എന്നെ ഞാൻ പഠിപ്പിച്ച പിള്ളേർക്കും ടീച്ചർമാർക്കെല്ലാം അറിയായിരിക്കുമല്ലോ ഇടയില്ലാതെ പഠിപ്പിച്ചതെന്ന്. അപ്പോൾ ഒരു സ്കൂളിൽ 2 വർഷം ഞാൻ പഠിപ്പിച്ചത്. രണ്ടാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു 4-5-6 ഡെയിലി വേജ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് സ്വയം തോന്നാൻ തുടങ്ങി ഞങ്ങളുടെ അടുത്ത ഡെയിലി വേജ് ടീച്ചേഴ്സാണ്. അതുവരെ ഞങ്ങൾ എല്ലാവരും ഇതിന് മുമ്പ് പോയ സ്കൂളിലെല്ലാം അവിടെ ഡെയിലി വേജ് എന്നോ അല്ലെങ്കിൽ പെർമനൻറ്റ് ടീച്ചേഴ്സ് അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരും ഡെയിലി വേജായിട്ട് തന്നെ PSC എഴുതിയിട്ട് ജോലി എടുക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അവസാനം പോയൊരു സ്കൂളിൽ എനിക്ക് അവസാനം ഒരു 2-3 മാസമായ സമയത്ത് ഭയങ്കരമായിട്ട് കൂടെയുള്ള ഏകദേശം ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെ പണിയെടുപ്പിക്കുന്ന പോലെ തോന്നിക്കോ. ഇതാരും ഞാൻ സ്കൂളിനെയോ അല്ലെങ്കിൽ അടുത്ത ടീച്ചേഴ്സിനൊന്നും കുറ്റം പറയുന്നതല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നതാണ്. ചില ആൾക്കാർക്ക് ഡെയിലി വേജായിട്ട് പോയ ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയും. കാരണം നമ്മളൊരു ഡെയിലി വേജ് ടീച്ചറാണെന്ന് ശരിക്കും മനസ്സിലാക്കുന്ന ചില സമയമുണ്ടല്ലോ. അപ്പോൾ ആടുന്ന് നമ്മൾ ചെയ്യുന്ന ചില ടീച്ചേഴ്സ് 1-2-3 ടീച്ചേഴ്സ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും വിമർശിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്താണ്, കുട്ടികൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് അവർ എന്തെല്ലോ മാനം കൽപ്പിക്കാൻ തുടങ്ങി. മാനം മീൻസ് മോശമല്ല, നമ്മളധികം ഫ്രീഡം കൊടുക്കുന്നുണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ആകുന്നതെന്നില്ല ആ ഒരു ഇത് വരാൻ തുടങ്ങി. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തന്നെ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ മീറ്റിങ്ങിൽ, അതായത് ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ശരിക്കും അവിടെയൊരു ഞങ്ങളവിടുന്ന് ശരിക്കും ആടുന്നത് പഠിപ്പിക്കണം എന്നുള്ളൊരു ബോധം ഞങ്ങൾ ഇവിടുന്ന് പോയൊരു സമയത്ത്. എന്താ വെച്ചാൽ സമാധാനമില്ല, അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. എന്നാലും പകുതിയിലധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സുണ്ട്, അവരൊന്നും ഞാൻ മറക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, അന്ന് ഞങ്ങളവിടെ PSC ഇടയ്ക്ക് വന്ന സമയത്ത് ഞങ്ങൾ ഡെയിലി വേജുകാരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാനൊരു ടീച്ചറെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറെ പിന്നെ എന്നെ നിങ്ങൾ വിളിക്കുന്ന ഒരു സമയം വരും, ഈ സ്കൂളിലേക്ക് എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുന്ന ഒരു സമയം വരും എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും ഞാൻ പറയുന്നില്ല, അതെങ്ങനെ ആയിക്കോട്ടെ ഒരു ദിവസം നിങ്ങൾ എന്നെ വിളിക്കും. പിന്നെ ചിലപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ സ്റ്റാറ്റസ് ഇടുന്നത് ഇത് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറാണെന്ന് പറയുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോഴും ഞാനിതൊന്നും വിചാരിക്കുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ സന്തോഷിച്ച ആ ഒരു 2-3 ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒന്നായിട്ട് ഇങ്ങനെ ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതേ സ്കൂളിൽ പ്രൈമറിയിൽ ഒരു ഇനോഗ്രേഷൻ സംഭവം വന്നിട്ടാകുമ്പം അപ്പോഴാണ് ഞാൻ പാട്ട് പാടുന്നതും ഇങ്ങനെല്ലാം ആകുന്നതും. ആ സമയത്ത് എന്നെ അടുത്ത് ഗസ്റ്റായിട്ട് വിളിക്കുന്നു. ഞാൻ അടുത്ത് പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് പോകുന്നു, കുട്ടികൾക്ക് പാട്ട് പാടി കൊടുക്കുന്നു. അന്ന് ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. എപ്പോഴും ദൈവത്തിനോട് നന്ദിയുണ്ട്, പക്ഷെ അന്ന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു. കാരണം ഞാൻ അന്ന് അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞതും അതെൻ്റെ മനസ്സിലുണ്ടായതും അതിൻ്റെ അവസരം തന്നതും അത് ദൈവത്തിൻ്റെ ഒരു വരയില്ലാണ്ട് നടക്കൂല. അതിന് കാരണം നിങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങളോട് തന്നെ പറയണമെന്നുണ്ടായിരുന്നു. 1 അത്. 2, നിങ്ങളുടെ നാട്ടിൽ എല്ലാവരുടെ നാട്ടിലും കേരളോത്സവം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും കേരളോത്സവം വന്നു. ഇത് കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് അത് ചിലത് നമ്മളെ മനസ്സിൽ നിന്ന് പോകില്ലല്ലോ. ഇപ്പോഴും നമ്മളിങ്ങനെ ബേക്കിലെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പറയുന്നില്ല. ഒന്ന് കേരളോത്സവം വന്ന സമയത്ത് നമ്മൾ ക്ലബ്ബുകൾ തമ്മിലാണ് എപ്പോഴും മത്സരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലത്തെ ക്ലബ്ബിലത്തെ ആൾക്കാരോട് പറഞ്ഞു, പരിപാടി കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ആദ്യം ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ എന്താക്കി, അത് കല്യാണം കഴിയുന്നതിന് മുന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേരളോത്സവത്തിന് മത്സരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലത്തെ വേറൊരു ക്ലബ്ബിലാണ്.
എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത്, പണ്ട് കുഞ്ഞിരിക്കുമ്പോഴേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലബ്ബിലാണ് മത്സരിച്ചുകൊണ്ടായത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എന്താക്കി പറഞ്ഞാൽ, ഞാൻ ഇതുവരെ കലോത്സവം കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പ് ഡാൻസിന് കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാം, കുറച്ച് പിള്ളേരെല്ലാം ഉണ്ടല്ലോ, ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് ആടെ ഞങ്ങളൊരു ടീമാക്കി ഗ്രൂപ്പ് ഡാൻസ് പ്രാക്ടീസ് ആക്കുന്ന സമയത്താണ് എൻ്റെ നാടെന്ന് പറയുന്നത് ഞങ്ങൾ പരിപാടി കൊണ്ടുപോകുന്നുണ്ടെന്ന്. സ്വാഭാവികമായും ഞാൻ ചിന്തിച്ചെന്ത് പറഞ്ഞാൽ, ഞാൻ അവിടെ ഓൾറെഡി ഒരു ഗ്രൂപ്പാക്കി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ പോകുന്നില്ല കാര്യം പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഗ്രൂപ്പാക്കി അവർ ഞാൻ ചതിക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ എന്താക്കി പറഞ്ഞാൽ എൻ്റെ നാട്ടിലത്തെ ഒരു എല്ലാവരും കൂടി ഗ്രൂപ്പാക്കിയിട്ട് അവർക്ക് ഞാൻ പഠിപ്പിച്ച് കൊടുക്കാം. അതായത് ക്ലബിനെതിരെ ഞാൻ മത്സരിക്കുന്നില്ല. എന്താ പറഞ്ഞാൽ ക്ലബ്ബ് ഏതെല്ലാം പരിപാടിക്കുണ്ടോ ആ പരിപാടിയിലൊന്നും ഞാൻ ആ ക്ലബ്ബിൽ കൂടിയിട്ടില്ല. എനിക്ക് എന്താണോ ആവശ്യം, ഗ്രൂപ്പ് ഡാൻസ് കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുത്തു. അത് എൻ്റെ നാട്ടിലത്തെ ക്ലബ്ബുകാർ പങ്കെടുത്തിട്ടാണ്. അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അതുവരെ എന്നോട് എല്ലാവരും സംസാരിച്ചുകൊണ്ടായിരുന്നു. ആ പ്രോഗ്രാം ആവുന്നതിനൊരു 4-5 അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് വരെ എൻ്റെ അടുത്ത് ആരും സംസാരിക്കും, ആരും എന്ന് പറഞ്ഞാൽ അടുത്ത പകുതി ആൾക്കാർ സംസാരിക്കുന്നില്ല. അപ്പോഴൊക്കെ മനസ്സിലായതുകൊണ്ടായിരിക്കും കാരണം മനസ്സിലായി. പക്ഷെ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ സൂചിപ്പിച്ചിട്ടാണ് പോയത്, ഞാൻ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് അവർ ഓക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയതെന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെൻ്റെ അടുത്ത് ഞാൻ ഇറങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ സ്റ്റാറ്റസ് പുകഞ്ഞ കൊള്ളി പുറത്ത് പറഞ്ഞിട്ട്, ചിലർക്ക് അന്ന് ഇത് കണ്ടവർക്ക് ചിലപ്പോൾ എന്ത് കാര്യം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇപ്പോൾ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇട്ടു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഒരു നാട്ടിൽ നിന്ന് അതായത് ഇത്രക്കിലൊരു കാര്യത്തിന്, അത് ഞാൻ നല്ലത് വിചാരിച്ചിട്ട് ചെയ്ത ഒരു കാര്യത്തിന് അത് മോശമായിട്ട് വരുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടാ. അത് കുറേ ആൾക്കൊന്നും അറിഞ്ഞിട്ട് സംഭവം അറിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാത്തതിന് കുറേ കാര്യങ്ങൾ എല്ലാവരും പറയുന്നു, നാട്ടിനെ അങ്ങനെയാക്കി നാടിനിങ്ങനെയാക്കി. എനിക്കറിയില്ല എന്ത് ചെയ്യുന്നു ഇപ്പോഴും അറിയില്ല. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഗ്രൂപ്പ് ഡാൻസ് കളിച്ചതാണ് വലിയ ആനക്കാരായിട്ട് മാറിയത്. പിന്നെ പിറ്റത്തെ വർഷം കേരളോത്സവം വരും, അപ്പോഴും ഞാനുണ്ട് എന്നുള്ള ബോധം ആർക്കും ഇല്ല. അപ്പോൾ അതെനിക്ക് എനിക്കും എൻ്റെ വീട്ടുകാർക്കെല്ലാം ഭയങ്കര സങ്കടമായി. കാരണം പറഞ്ഞാൽ നമ്മൾ മനസ്സിലും കൂടി വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെല്ലാം സംഭവിക്കുന്നില്ലത്. അത് കഴിഞ്ഞിട്ട് ഇവരാരും അടുത്ത് സംസാരിക്കുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞു. എൻ്റെ കല്യാണത്തിനൊന്നും കുറേ ആൾക്കാരൊന്നും പങ്കെടുത്തിട്ടൊന്നുമില്ല ഈ ഒരു കാര്യത്തിൽ. അന്ന് ഞാനിങ്ങനെ അതായത് ആ സമയത്ത് പാട്ടോടെ തുടങ്ങുന്ന സമയം അന്ന് ഞാൻ വിചാരിച്ചു, ഈശ്വര, അതായത് എൻ്റെ പേരിൽ ഒന്നെങ്കിലും ഈ നാട് അറിയപ്പെടുന്നൊരു സമയം വരണേ. കാരണം എനിക്ക് സങ്കടപ്പെടുത്തിയവരെന്നെ. അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെ കുറേ ആൾക്കാരെല്ലാം ഉണ്ടാകും വിട്ട് കളയണമെന്നെല്ലാം പറയും. പക്ഷെ അങ്ങനെയല്ല. കാരണം എപ്പോഴും ഒന്നിച്ചുണ്ടാകുന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ നമ്മളൊന്നിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവില്ല. അതുണ്ടായിരുന്നു. എന്താ ദൈവം അനുഗ്രഹിച്ച പോലെ എനിക്ക്. അപ്പോഴാണ് ഞാൻ ആ ചെണ്ടുമല്ലികപ്പൂ പാടുന്നതും മുല്ലത്തറയിലെ പാടുന്നതും ഇങ്ങനെ ഇടുന്നതും ആ സമയത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും. ജയരഞ്ജിത കാടകം, ഞാൻ ശരിക്കും നാട് കൊട്ടംകുഴിയിലാണ്. അപ്പോൾ കൊട്ടംകുഴിയിൽ ഞാൻ പറയാത്തതിൻ്റെ കാരണം ഇതൊന്നുമല്ല, കാടകം എന്നാണ് മൊത്തത്തിൽ പറയല. അപ്പോൾ എവിടെ പോയാലും കൊട്ടംകുഴി എന്ന് പറയുന്നതിനേക്കാളും കാടകം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വേഗം മനസ്സിലാവുന്ന രീതിയിലാണ് കാടകം എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ കൊട്ടംകുഴി എന്ന് പറഞ്ഞ കാടകത്ത് ഇടാൻ നിൽക്കുമ്പോൾ ഞാൻ കൊട്ടംകുഴിയിൽ നിന്ന് പറയലുണ്ട്. അപ്പം അത് ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ എപ്പോഴെങ്കിലും ഫലം കാണുന്നില്ലതിൻ്റെ ഒറ്റൊരു ഉദാഹരണമാണ് ഞാൻ. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയല്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചേ, ഞാൻ ഇപ്പോഴും വെറുതെ ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ എൻ്റെ കാര്യം നോക്കി പോകേണ്ട ഞാനാണ്. പക്ഷേ എന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പേര് ഇപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ ഇടയ്ക്ക് കോഴിക്കോട് നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് എന്നോട് വിളിക്കാൻ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ആദ്യം അത്ര ശ്രദ്ധിച്ചിട്ട് രണ്ടാമത് ഞാൻ പിന്നെയും മെസ്സേജ് തരുമ്പോൾ ഞാൻ ചേച്ചിനെ വിളിച്ചു. ഇന്നലെ ഞാൻ വിളിച്ചിട്ടാകുമ്പോൾ എനിക്ക് തന്ന ആ ഫോൺ കോളിൽ എനിക്ക് തന്ന സന്തോഷം എന്ത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അവർ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിനക്കറിയാം ഞാൻ ആരെയുന്നോ ഞാൻ എന്തെന്നോ ഒന്നും അറിയാത്ത ആൾക്കാരാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം ഞാൻ ആ നാട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ ഒരു ചെറിയൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അതെനിക്കിപ്പോൾ ആ നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ജയരഞ്ജിത ജയരഞ്ജിത എന്ന് പറയുന്ന പേര് അവരെ മുമ്പിൽ എത്രയോ പ്രാവശ്യം പറയുമ്പോഴും മറ്റുള്ളവർ പറയുമ്പോഴും ഞാനവിടെ ഓരോ സമയത്തും ഞാൻ വിജയിക്കുന്നുണ്ട്. അത് പ്രതികാരോ വാശി ഒന്നുമല്ല. എന്ത് പറയല്, നമ്മളുള്ളിലൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ചിലപ്പോൾ അങ്ങനെയെല്ലാം ആയതുകൊണ്ടായിരിക്കും ചിലപ്പം ഇങ്ങനെ സംഭവിച്ചു. ഞാൻ പറയാം, എൻ്റെ നാട്ടിലത്തെ ഒരേട്ടൻ, പേര് ഞാൻ പറയുന്നില്ല, ആ നാട്ടിലത്തെ ഒരേട്ടൻ എന്നെ പച്ചക്ക് ചീത്ത വിളിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞത് ഞാൻ കേസിന് പോകുന്നതാണ്. കാരണം എന്നെന്നല്ല ഒരാളെയും, ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ചീത്ത വിളിക്കേണ്ട അവകാശം ഈ ലോകത്ത് ആർക്കുമില്ല. ഞാൻ പറയുന്ന വ്യക്തിയുടെ വീട് ഒരാൾക്കില്ല. അതെൻ്റെ ചീത്തയായിപ്പോയി പറഞ്ഞത് എനിക്ക് അത് പറയാൻ കഴിയില്ല.
അങ്ങനത്തെ ഒരു ചീത്തയായിരുന്നു വിളിച്ചത്. അപ്പം ഞാൻ അത് പറഞ്ഞു ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കാരണം മെസ്സേജ് അയച്ചാണ്. അപ്പം ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ ഇല്ല 2 ആൾക്കാർ, അവരെ പേര് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, പറയണ്ടല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ആരെന്ന് ചോദിച്ചാൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് എൻ്റെ കുട്ടാട്ടൻ, നമ്മളവിടെ ഒരു എൻ്റെ അമ്മാവൻ്റെ കുട്ടാട്ടനെല്ലാം പറഞ്ഞു വേണ്ട മോളെ, കാരണം അതിൻ്റെ ബാക്കിൽ കുറേ പോണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല കുട്ടാട്ട, കാരണം അങ്ങനെ ചെയ്തുകൂടല്ലോ നമ്മൾ. പിന്നെ എല്ലാവരും പറയുന്ന കണക്കെ ക്ഷമിക്കേണ്ട ഒരു മനസ്സ് എല്ലാവർക്കും ദൈവം കൊടുക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല പോട്ട്, ഓരൻ്റെ അടുത്ത് ഒരു സോറി ചോദിക്കട്ടെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ആൾക്കാരെ മുന്നിൽ ആ പറഞ്ഞത് ഒരു പിൻവലിച്ച്, സോറി ഞാൻ ചെയ്ത് തെറ്റെന്നുള്ള സാധനം ഒരു പിൻവലിച്ച്. അന്ന് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട ദിവസമാണ്. കാരണം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഇതിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഓരോ വീട്ടുകാരെയും ഓർക്ക് എന്നെ പോലത്തെ ഒരു അനിയത്തിയുണ്ട്. അപ്പോൾ അവരൊന്നും ഫാമിലിനെ ഒന്നും ആയിക്കൂടല്ലോ. ഒരു ചീത്ത വിളിച്ചു എന്നില്ല എൻ്റെ പേരിൽ, ഒരു ചീത്ത വിളിക്കാൻ പാടില്ല, ഒരു ചീത്ത വിളിച്ചതില്ല എൻ്റെ പേരിൽ ഞാൻ വലിയ തീരുമാനം എടുത്താൽ ചിലപ്പോൾ ഭാവിയിൽ അത് ഓരോ ഭയങ്കരമായിട്ട് ദോഷമായിട്ട് ബാധിക്കും. അതൊന്നും ഇപ്പോൾ ഓർക്ക് ഓർമ്മയില്ല കേട്ടോ. ആ വിളിച്ചതും ഞാൻ പറഞ്ഞൊന്നും ഓർക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇത് വെച്ചാൽ ഒരു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിലൊരു തീ ഉണ്ടാവുമല്ലോ. അതായത് ഞാൻ ഇതല്ലാന്ന് കാണിക്കണം എന്നുള്ളൊരു നമ്മൾക്കുള്ളിലൊരു ഇതുണ്ടാവുമല്ലോ, ഒരു സാധനം നമുക്ക് ഉണ്ടാവുമല്ലോ. ആ സാധനം വന്നത് ആടെ നിന്നാണ്. അപ്പോൾ അവരുടെ അടുത്ത് ആ ഒരു കാര്യത്തിലൊക്കെ നന്ദിയുണ്ട്. കാരണം അവരൊന്നും അങ്ങനെ ചെയ്തിട്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ പാട്ട് പാടുകയില്ല. എൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി പാട്ട് പാടുന്നില്ല പോലെയാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ, അതായത് ഒരു സന്തോഷമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പല വഴികളും നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്, നമ്മൾക്ക് മുമ്പിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തുന്നില്ല എന്നേ ഇല്ല. എല്ലാവരും പറയുന്നത് എൻ്റെ അടുത്ത് നിനക്ക് സമയം കുറേ വൈകോ, ഇനി എന്ത് ഇപ്പോൾ ഇങ്ങനെ വന്നതെന്ന് അല്ല. പക്ഷെ അതിനൊരു സമയമുണ്ട്, നമ്മൾ കണ്ടെത്താൻ കുറച്ച് വൈകുന്നേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞേക്ക് 2 ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടിരുമ്പോൾ ആ 2 ഇൻസിഡൻറ്റിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് പാടിയത്. അതെനിക്ക് നന്നായിട്ട് നല്ല രീതിയിലാണ് എനിക്കത് പിന്നീട് ഇങ്ങോട്ട് വന്നത്. കാരണം ഞാൻ അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ തലയുർത്തിട്ട് നടക്കുന്നത്. പക്ഷെ എൻ്റെ പേര് എടലോ മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എടലോ പറഞ്ഞ് പോകുന്നുണ്ട്. ആ പേരും വെച്ചിട്ട് ഞാനിപ്പോൾ ആ പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞതൊന്നുമല്ല ഞാൻ തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും കഴിവിൽ എത്രയോ ആൾക്കാർ, അതിന് പ്രായമില്ല, ലിംഗമോ വർണ്ണമോ ഒന്നുമില്ല, നിങ്ങളെ മുമ്പിൽ നിങ്ങൾക്ക് കഴിവുണ്ട്. എനിക്ക് ഇങ്ങോട്ട് പാട്ട് അയക്കലുണ്ട് കുറേ ചേച്ചിമാർ. പക്ഷെ അവർക്ക് നാണക്കേടോ പേടിയോ എന്തെന്ന് എനിക്കറിയില്ല. ഒന്നും വേണ്ട, ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത് ഒന്നും വേണ്ട. നിങ്ങളെ നാളെ അറിയണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ എവിടെയെങ്കിലും പ്രകടിപ്പിക്കണം. അതെന്തും ആയിക്കോട്ടെ, എന്ത് കഴിവായാലും നിങ്ങൾ പ്രകടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ദൈവം എവിടെയെങ്കിലും ഇത്രപ്പൊടി സങ്കടം തന്നില്ലെങ്കിൽ ഒരു ഇത്രപ്പൊടി സന്തോഷം കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ നാട്ടിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കോട്ടംകുടിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓർക്ക് നന്ദി. ഞാൻ അന്ന് പഠിച്ചാലും ഞാൻ ഇതുവരെ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകരുണ്ട്, കുറേ അധ്യാപകരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത്, അവർക്ക് നന്ദി. അന്നും ഇന്നും സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ എത്രത്തോളം എന്നെ വേദനിപ്പിക്കുന്നു അത്രത്തോളം എനിക്ക് സന്തോഷം തരാൻ ആൾക്കാരുണ്ട്. എത്രത്തോളം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നോ അത്രത്തോളം എനിക്ക് തിരിച്ച് സ്നേഹം തരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു.